അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 23 ഞായറാഴ്ച. രാജ്യത്ത് ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചു. രാത്രി വൈകിയാണ് തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിച്ചത്. പരീക്ഷയിൽ ക്രമക്കേട് ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം തകർന്നതിന്റെ ദൗർഭാഗ്യകരമായ മറ്റൊരു ഉദാഹരണമാണ് നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ച നടപടിയെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. BJP ഭരണത്തിന് കീഴിൽ വിദ്യാർത്ഥികൾക്ക് പഠിച്ചാൽ മാത്രം ഉയരത്തിലെത്താനാവില്ലെന്നും തങ്ങളുടെ ഭാവി സംരക്ഷിക്കാൻ സർക്കാരിനെതിരെ പോരാടാനും നിർബന്ധിതരാവുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർത്തുന്ന വിദ്യാഭ്യാസ മാഫിയയ്ക്ക് മുന്നിൽ മോദി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണെന്നും വിദ്യാർത്ഥികളുടെ ഭാവിക്ക് കഴിവുകെട്ട കേന്ദ്ര സർക്കാർ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. നീറ്റ് PG പരീക്ഷ റദ്ദാക്കിയതിന്റെ യഥാർത്ഥ കാരണം സർക്കാർ വ്യക്തമാക്കണമെന്ന് ABVP. വിദ്യാർത്ഥികളുടെ രോഷം സർക്കാർ മനസ്സിലാക്കണമെന്നും ABVP വ്യക്തമാക്കി. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും നീറ്റ് PG പരീക്ഷകൾ മാറ്റിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും SFI ആവശ്യപ്പെട്ടു. അതേസമയം പരീക്ഷ എഴുതാൻ ഇരുന്ന 2 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് സർക്കാർ പന്താടുകയാണെന്ന് യുണൈറ്റഡ് ഡോക്ടർ ഫ്രണ്ട് അസോസിയേഷൻ ആരോപിച്ചു. അവസാന നിമിഷം പരീക്ഷ മാറ്റിയ നടപടി അസാധാരണമാണെന്നും എത്ര നാൾ ഇത് തുടരുമെന്നും അസോസിയേഷൻ ചോദിച്ചു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേട് കേസന്വേഷണം CBIക്ക്. സമഗ്രമായ അന്വേഷണം നടത്താനാണ് തീരുമാനമെന്നും പരീക്ഷാ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യത ഉറപ്പിക്കാനാണ് നടപടിയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. കേസിലെ മുഖ്യകണ്ണിയായ സഞ്ജീവ് മുഖ്യയ്ക്കായി ബീഹാർ പോലീസ് തെരച്ചിൽ തുടരുന്നതിനിടെയാണ് അന്വേഷണം CBIക്ക് വിട്ടത്. നെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിന് പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ സുബോധ് കുമാർ സിംഗിനെ നീക്കി റിട്ടയേർഡ് IAS ഓഫീസർ പ്രദീപ് സിംഗ് ഖരോളയ്ക്ക് പകരം താൽക്കാലിക ചുമതല നൽകി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിനു ശേഷമാണ് തീരുമാനം. പരീക്ഷകളുടെ സുതാര്യവും സുഗമവുമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ISRO മുൻ ചെയർമാൻ K രാധാകൃഷ്ണൻ അധ്യക്ഷനായ വിദഗ്ധരുടെ ഉന്നതതല സമിതി രൂപവൽക്കരിച്ചു. പരീക്ഷാ നടത്തിപ്പ് രീതിയിൽ മാറ്റങ്ങളും ഡാറ്റ സുരക്ഷിതത്തിനുള്ള പ്രോട്ടോകോളും NTA നടത്തിപ്പും ഘടനയും സംബന്ധിച്ചും 2 മാസത്തിനകം നിർദ്ദേശങ്ങൾ നൽകാനാണ് സമിതിയോട് ആവശ്യപ്പെട്ടത്. തൃശൂരിൽ BJPയെ പിന്തുണച്ചവർ ഇനിയെങ്കിലും ചെയ്തത് ശരിയായോ എന്ന് ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവസരവാദത്തിനും തങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാനുമാണ് അവർ ഈ നിലപാട് എടുത്തതെന്നും നാടിന്റെ സംസ്കാരത്തിന് ചേരാത്ത നിലപാടാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അത് ജമാഅത്തെ ഇസ്ലാമിയുടേതും SDPയുടെയും മുഖമായി മാറുന്നുവെന്നും വിജയത്തിൽ UDFനെ ആഹ്ലാദിക്കാൻ വകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. മുന്നോക്ക സമുദായങ്ങൾക്ക് നീതി നൽകാതെ അകറ്റി നിർത്തുകയാണ് ഇരു സർക്കാരുകളും ചെയ്യുന്നതെന്നും സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ വർഗീയ സ്പർദ്ധ പടർത്തുന്നതാണെന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ഇനിയും തിരിച്ചടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന് മുന്നോടിയായുള്ള ദില്ലിയിലെ ധനമന്ത്രിമാരുടെ യോഗത്തിൽ സിൽവർ ലൈന് അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് വീണ്ടും കേരളം. വർദ്ധിച്ചുവരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ നിറവേറ്റാൻ നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്നും കേരളം പറഞ്ഞു. കേരളത്തിന് 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പുതിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നിവ പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ പണം അനുവദിക്കണമെന്ന് പറഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനമുയർന്ന CPM സംസ്ഥാന സമിതിയിൽ അസാധാരണ നീക്കവുമായി P ജയരാജൻ. ഭാവിയിൽ KK ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന പരാമർശം ജയരാജൻ CPM സംസ്ഥാന സമിതിയിൽ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ.
അവരെ ഒതുക്കുന്നതിനു വേണ്ടിയാണ് വടകരയിൽ മത്സരിപ്പിച്ചതെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി എന്നും ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹവും തോൽവിയുടെ ഘടകമാണെന്ന് ജയരാജൻ പറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരെ കോഴിക്കോട് KSU MSF പ്രവർത്തകർ കരിങ്കൊടി വീശി. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നിന്നും മുഖ്യമന്ത്രി കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം. 2 KSU പ്രവർത്തകരെയും 2 MSF പ്രവർത്തകരെയും കസ്റ്റഡിയിൽ എടുത്തതായാണ് വിവരം. TP കേസിലെ 3 പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് KK രമ MLA. പ്രതികൾ CPM-നെയും സർക്കാരിനെയും ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഹൈക്കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് ഈ നീക്കമെന്നും രമ കുറ്റപ്പെടുത്തി. കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഏറ്റവും മുതിർന്ന പാർലമെന്റ് അംഗത്തെ പ്രോടേം സ്പീക്കർ ആക്കാതിരുന്ന കേന്ദ്ര സർക്കാരിന്റെ അതേ നിലപാടാണ് OR കേളുവിനോട് സംസ്ഥാന സർക്കാരും കാണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. K. രാധാകൃഷ്ണനിൽ നിന്ന് കേളുവിലേക്ക് മന്ത്രിസ്ഥാനം മാറിയപ്പോൾ ദേവസ്വം വകുപ്പ് എന്തിനാണ് എടുത്തുമാറ്റിയതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അത് തെറ്റായ തീരുമാനമാണെന്നും സതീശൻ പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത 4 നേതാക്കളെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ, മുൻ ഉദുമ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവരെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. പെരിയ ഇരട്ടക്കൊലക്കേസ് 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ തനിക്കെതിരെ എടുത്ത നടപടി ഏകപക്ഷീയമെന്ന് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ. കല്യാണത്തിൽ പങ്കെടുത്തതിൽ ജാഗ്രത കുറവില്ല, നടപടി ഏകപക്ഷീയമാണെന്നും പുറത്താക്കൽ തീരുമാനത്തിന് പിന്നിൽ ഉണ്ണിത്താനോടുള്ള ഭയമാണെന്നും ബാലകൃഷ്ണൻ ആരോപിച്ചു. ഉണ്ണിത്താനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച ബാലകൃഷ്ണൻ ഉണ്ണിത്താനെതിരെയുള്ള യുദ്ധം ഇവിടെ തുടങ്ങുന്നുവെന്നും കൂട്ടിച്ചേർത്തു. വിലക്കയറ്റത്തിൽ ജനം നട്ടം തിരിയുമ്പോൾ സാധാരണക്കാർക്ക് സപ്ലൈകോയിലും ആശ്വാസമില്ലെന്ന് റിപ്പോർട്ടുകൾ. പഞ്ചസാര അടക്കമുള്ള സബ്സിഡി സാധനങ്ങൾ മാസങ്ങളായി കിട്ടാനില്ലാത്ത സ്ഥിതിയാണെന്നാണ് റിപ്പോർട്ടുകൾ. പരാതികൾ രൂക്ഷമാകുന്നതിനിടയിലും സപ്ലൈകോയുടെ 50ാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. അതേസമയം അനാവശ്യ പ്രചരണം സപ്ലൈകോയെ ബാധിച്ചെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ പ്രതികരിച്ചു. 11 കോടി രൂപയുടെ കച്ചവടമുണ്ടായിരുന്ന സപ്ലൈകോയുടെ വിറ്റുവരവ് ഇപ്പോൾ 3 കോടിയിലേക്കും 2 കോടിയിലേക്കും താഴ്ന്നതായി മന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഉഷ്ണതരംഗത്തെ തുടർന്ന് തക്കാളി വില കുതിക്കുന്നു. നേരത്തെ കിലോയ്ക്ക് 35 രൂപയ്ക്ക് വിറ്റിരുന്ന തക്കാളി ഇപ്പോൾ 80 രൂപയിലേക്കാണ് കുതിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ തക്കാളി വില ഉടൻ 100 രൂപയിലെത്തുമെന്നാണ് പ്രവചനം. ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് നാളെ അർദ്ധരാത്രി മുതൽ മിൽമയുടെ എല്ലാ ട്രേഡ് യൂണിയനുകളും സംയുക്തമായി സമരത്തിനിറങ്ങുന്നു. മിൽമ മാനേജ്മെന്റിന് വിഷയത്തിൽ നോട്ടീസ് നൽകി 2 ആഴ്ച കഴിഞ്ഞിട്ടും ഡയറക്ടർ ബോർഡ് ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി പൂർണ്ണമാവുന്നതിനു മുമ്പ് പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയുടെ ഭൂമി സർക്കാർ ഏറ്റെടുത്തതിൽ പ്രതിഷേധവുമായി കോള വിരുദ്ധ സമരസമിതി. നഷ്ടപരിഹാരത്തിൽ തീരുമാനമാകാതെ കോള കമ്പനിയുടെ ഭൂമി ഏറ്റെടുത്ത് മറ്റ് കമ്പനികൾക്ക് കൈമാറുന്നത് ജനവിരുദ്ധമാണെന്നാണ് പരാതി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെയും കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭ അധ്യക്ഷനായി സാമുവൽ മാർ തിയോഫിലസ് ചുമതലയേറ്റു. ദില്ലി ഭദ്രാസനാധിപൻ ജോൺ മാർ ഐറേനിയസ് മുഖ്യ കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ വിവിധ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയ ശേഷം സ്ഥാനചിഹ്നങ്ങൾ കൈമാറി തിയോഫിലസിനെ സഭ അധ്യക്ഷനായി വാഴിച്ചു. സമൂഹ നന്മയ്ക്കായി അത്തനേഷ്യസ് യോഹാൻ കാണിച്ചുതന്ന മാതൃക താനും പിന്തുടരുമെന്ന് തിയോഫിലോസ് പറഞ്ഞു. പാസ്പോർട്ട് ഓഫീസുകളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നതിനുള്ള മിക്ക മാനദണ്ഡങ്ങളിലും മുന്നിലെത്തിയ കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം. ഇന്നലെ ദില്ലി വിദേശകാര്യ വകുപ്പിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിൽ നിന്നും കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ മിഥുൻ TR അവാർഡ് ഏറ്റുവാങ്ങി. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി.
100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. 55 പേർ മരിച്ച തമിഴ്നാട് കിള്ളിക്കുറിച്ചി മദ്യദുരന്തത്തിലെ പ്രധാന പ്രതിയെന്ന് കരുതുന്ന ചിന്നദുരൈ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യദുരന്തമുണ്ടായ കരുണപുരത്ത് ഇയാളാണ് വിഷമദ്യം വിതരണം ചെയ്തതെന്നാണ് പോലീസ് നിഗമനം. പ്ലാറ്റ്ഫോം ടിക്കറ്റ്, റെയിൽവേ സ്റ്റേഷനുകളിലെ കാത്തിരിപ്പ് മുറി, വിശ്രമമുറി, ക്ലോക്ക് റൂം എന്നീ സേവനങ്ങളെ GSTയിൽ നിന്ന് ഒഴിവാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ നടന്ന 53ാം GST കൌൺസിൽ മീറ്റിംഗിന് ശേഷമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന 20,000 രൂപ വരെയുള്ള ഹോസ്റ്റൽ നിരക്കുകൾക്കും GST ഒഴിവാക്കി. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ മുഖ്യ പുരോഹിതൻ ആചാര്യ ലക്ഷ്മികാന്ത് ദീക്ഷിത് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഇന്നലെ രാവിലെയായിരുന്നു അന്ത്യം. US കോളേജുകളിൽ നിന്ന് ബിരുദം നേടുന്ന വിദേശ വിദ്യാർത്ഥികൾ മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങാതെ US തന്നെ തുടരാൻ ഓട്ടോമാറ്റിക് ഗ്രീൻ കാർഡ് നൽകുമെന്ന് മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ വന്ന് ബിരുദം നേടിയ ശേഷം ഇന്ത്യയിലേക്കും ചൈനയിലേക്കും മടങ്ങുന്നവർ അവരുടെ രാജ്യത്ത് സംരംഭങ്ങൾ തുടങ്ങി കോടീശ്വരന്മാരാകുകയും ആയിരങ്ങൾക്ക് തൊഴിൽ നൽകുകയും ചെയ്യുകയാണെന്ന് ട്രംപ് പറഞ്ഞു. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, കണക്ക് മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ബിരുദം നേടുന്നവർക്ക് ഈ രാജ്യത്ത് തുടരാൻ കഴിയണമെന്നും ട്രംപ് പറഞ്ഞു. പലസ്തീനിലെ റഫേൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ വെള്ളിയാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെടുകയും 50 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെയും പരിക്കേറ്റവരെയും കൊണ്ട് ക്യാമ്പുകൾ നിറഞ്ഞിരിക്കുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. മെഡിറ്ററേനിയൻ തീരത്തെ ഗ്രാമപ്രദേശമായ മുവാസിക്ക് സമീപമുള്ള സ്ഥലങ്ങളിൽ ഇസ്രായേൽ മുമ്പ് ബോംബാക്രമണം നടത്തിയിരുന്നു. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ സൂപ്പർ 8-ൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് 50 റൺസിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 27 പന്തിൽ 50 റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയുടെ മികവിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിനെ 8 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഈ ജയത്തോടെ സൂപ്പർ 8 ഗ്രൂപ്പ് 1-ൽ 4 പോയിന്റോടെ ഇന്ത്യ 1ാം സ്ഥാനത്തേക്ക് കയറി. തിങ്കളാഴ്ച ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യയുടെ സൂപ്പർ 8-ലെ അവസാന മത്സരം. യൂറോ കപ്പിൽ ആദ്യമായി യോഗ്യത നേടിയ ജോർജിയ ചെക്ക് റിപ്പബ്ലിക്കിനെ സമനില പിടിച്ച് തങ്ങളുടെ ആദ്യ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് പോയിന്റ് സ്വന്തമാക്കി. ആദ്യ പകുതിയിൽ ലഭിച്ച പെനാൽറ്റി വഴി ജോർജിയ മുന്നിലെത്തിയെങ്കിലും മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ ചെക്ക് ടീം 2ാം പകുതിയിൽ തിരിച്ചടിച്ച് സമനിലയിലെത്തുകയായിരുന്നു. മറ്റൊരു മത്സരത്തിൽ തുർക്കിയെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലെത്തി. ഗ്രൂപ്പ് Fൽ 6 പോയിന്റുമായി നിലവിൽ 1ാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും. 3ാമത്തെ മത്സരത്തിൽ റൊമാനിയയെ തകർത്ത് ബെൽജിയം. റൊമാനിയയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ബെൽജിയം ഗ്രൂപ്പ് Eയിൽ 3 പോയിന്റുമായി 1ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.